നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംഗീത പാഠങ്ങൾ എങ്ങനെയാണ് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുക എന്നുള്ളത് പഠിക്കാം. ഇത് എഴുതുമ്പോൾ ഒരു താളവട്ടത്തിൻ്റെ ആദ്യവും അവസാനവും 2 വര വെച്ചിട്ടാണ് അടയാളപ്പെടുത്തി എഴുതുക. അതായത് താളത്തിൻ്റെ തുടക്കത്തിൽ ആദ്യം 2 വര ഇങ്ങനെ വരയ്ക്കുക. പിന്നെ നമ്മൾ എഴുതുന്ന പാഠം ഇപ്പോൾ ആദ്യം സരളി വരിശകൾ നമ്മൾ പഠിച്ചു. അതിൽ ആദ്യത്തെ വരിശ സരിഗമ പദനിസ സനിദപ മകരിസ. സരിഗമ പദനിസ സനിദപ മകരിസ. ഈ താളം തുടക്കത്തിൽ 2 വര, പിന്നെ ഒരു വിരലിന് 2 അക്ഷരം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പാടിയത്. അപ്പോൾ ഈ സ്വരം 2 സ്വരങ്ങളായിട്ട് എഴുതുക. 2 2 2 2, പിന്നെ ഒരു വര. അതായത് ഈ 8 അക്ഷരം ഈ ആദ്യ താളത്തിൻ്റെ ഒരു അംഗമാണ്, ലഘുവാണിത്. ലഘു കഴിഞ്ഞിട്ട് ഒരു വര, പിന്നെ സനിദപ മകരിസ 2 ധൃതം. ഈ 2 ധൃതത്തിൽ ഓരോ ധൃതത്തിന് 4 അക്ഷരം വെച്ചിട്ടാണ്. അത് ഇത് ഒരു ധൃതം. ഇത് അടുത്ത ധൃതം. 2 ധൃതം കഴിഞ്ഞാൽ ഈ താളോട്ടം കഴിഞ്ഞു. അപ്പോൾ അവസാനം 2 വര. അപ്പോൾ ഈ 2 വരയും അവസാനം 2 വരയും ഇതിൻ്റെ ഇടയിലാണ് ഒരു താളവട്ടം. ഈ താളവട്ടത്തിൽ നമ്മൾ പാടുമ്പോൾ എവിടെയാണോ അടി വരുന്നു, അല്ലെങ്കിൽ വീണ വായിക്കുമ്പോൾ ഏത് സ്വരത്തിനാണോ താളം വരുന്നു, ആ സ്വരത്തിൻ്റെ മുകളിൽ ഒരു എക്സ് മാർക്ക് ഇടുക. ഇത് താളം അടിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. സരി, പിന്നെ ചെറിയ വിരൽ ഒന്നാമത്തെ വിരലാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗാമ. അപ്പോൾ ഇവിടെ ഗായുടെ മുകളിൽ 1 എഴുതുക. പാ രണ്ടാമത്തെ വിരലാണ്. നീ മൂന്നാമത്തെ വിരലാണ്. സരി ഗമ പദ നീസ. ഇങ്ങനെയാണ് ഇത് അടയാളപ്പെടുത്തി എഴുതുക. ഈ നീ കഴിഞ്ഞിട്ട് വരുന്ന സായുടെ മുകളിൽ ഒരു കുത്തിടുക. ഈ കുത്ത്, ഈ സായുടെ മുകളിലുള്ള കുത്ത് താരസ്ഥായി ഷഡ്ജത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടുത്തെ സാക്ക് മുകളിൽ കുത്തില്ല. ഇത് മധ്യസ്ഥായി ഷഡ്ജം, ഇത് താരസ്ഥായി ഷഡ്ജം. ഇത് ഒരു ലഘുവാണ്. അതായത് 4 അക്ഷരം വരുന്ന ഒരു ലഘുവാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയത്. ഒരു അടി, ഒരു വിരൽ, രണ്ടാമത്തെ വിരൽ, മൂന്നാമത്തെ വിരൽ. സരി ഗമ പദ നീസ. ഇതാണ് ഒരു ലഘു. ഇനി ധൃതം ആദ്യം അടി, പിന്നെ ഈ വീശ് കാണിക്കുന്നതിന് ഈ മാർക്ക് ഉപയോഗിക്കുക. ഇത് അടിയാണ്, ഇത് വീഴ്ചയാണ്. പിന്നെയും ഒരടി, ഒരു വീഴ്ച. അതായത് സരി ഗമ പദ നീസ സാനി ദപ മഗരീസ. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ അടയാളപ്പെടുത്തി നൊട്ടേഷൻ എഴുതുക. ഇതിൻ്റെ അടുത്ത താളവട്ടം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇത് ഒരു താളവട്ടമായി. ഒരു താളവട്ടത്തിൽ ആദ്യത്തെ വർഷം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇതിൻ്റെ 2ാം കാലം, ഇതിപ്പോൾ നമ്മൾ 1ാം കാലമായിട്ടാണ് ഇത് എഴുതിയത്. അതായത് ഒരു വിരലിന് 2 അക്ഷരം വെച്ചിട്ട്. 2ാം കാലമാകുമ്പോൾ ഒരു വിരലിന് 4 അക്ഷരം വെച്ച് വരണം.
സരി ഗമ പദ നിസ സാനി ദ പ മഗരി സ, സരി ഗമ പദ നിസ സാനി ദ പ മഗരി സ. എഴുതുമ്പോഴും അതുപോലെ തന്നെ എഴുതുക. ആദ്യം താളത്തിൻ്റെ തുടക്കം 2 വര, നാലക്ഷരം, 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 നാലക്ഷരം കഴിഞ്ഞ് 1 വര. അതായത് ഇത് ലഘുവാണ്. ഇനി മാർക്ക് ചെയ്യുമ്പോൾ താളം അടയാളപ്പെടുത്തുന്നതിന് ആദ്യത്തെ സായുടെ മുകളിൽ എക്സ് മാർക്ക് അടിയാണ്. സരി ഗമ പദ നിസ ഒന്നാമത്തെ വിരലാണ്, സാനി ദ പ രണ്ടാമത്തെ വിരൽ 4 അക്ഷരം, മഗരിസ മൂന്നാമത്തെ വിരൽ. ഇത് ലഘുവാണ്. നമ്മളിപ്പോൾ ഒരു ലഘു എഴുതുമ്പോഴത്തേക്ക് ഈ ഒന്നാം കാലത്തിൻ്റെ ഒരു താളവട്ടം കഴിഞ്ഞു. പക്ഷേ രണ്ടാം കാലത്തിൻ്റെ താളം പകുതിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ ഒന്നും കൂടി എഴുതുക. ഒന്നും കൂടി എഴുതുമ്പോൾ ഈ 8 അക്ഷരം ആദ്യത്തെ ധൃതമായിട്ടും അടുത്ത 8 അക്ഷരം രണ്ടാമത്തെ ധൃതമായിട്ടും വരും. ഒരു ധൃതം. അടുത്ത് ഇതാണ് രണ്ടാം കാലം. അതായത് നമ്മൾ മുകളിൽ എഴുതിയ ഒന്നാം കാലത്തിൻ്റെ രണ്ടാം കാലം ഇങ്ങനെയാണ് എഴുതുക. ഇതാവുമ്പോൾ 8 ഉം 4 ഉം 4 ഉം ആയിട്ടാണ് ഒരു താളവട്ടം. അതിൻ്റെ രണ്ടാം കാലമാകുമ്പോൾ ഇത് 16 ഉം 8 ഉം 8 ഉം ആയിട്ട് വരും. ഇത് നമുക്ക് നോക്കി പാടാൻ പറ്റും. ഒന്നാം കാലം സരി ഗമ പദ നിസ സാനി ദ പ മഗരി സ, സരി ഗമ പദ നിസ സാനി ദ പ മഗരി സ, സരി ഗമ പദ നിസ സാനി ദ പ മഗരി സ. ഇതാണ് ഒന്നാം കാലം രണ്ടാം കാലം. ഇപ്പോൾ ഇത് ആദ്യതാളമാണ് നമ്മൾ എഴുതിയത്. ആദ്യതാളത്തിലാണ് ഈ അംഗങ്ങൾ ഇങ്ങനെ വരിക. ഒരു ലഘുവും 2 ധൃതം വരിക. ഇതുപോലെ തന്നെ രൂപകതാളം, ത്രിപുടതാളം, ഏകതാളം എല്ലാം എഴുതാം. അത് കൂടി ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ 8 4 4 പകരം രൂപകതാളത്തിന് 2 4 2 4 ആണ് നമ്മൾ പഠിച്ചത്. ഗ ഗ പ പ, ഇതാണ് ഒരു താളവട്ടം. ദ പ സ സ, അതെങ്ങനെ എഴുതാമെന്ന് കാണിച്ചു തരാം. അതും ഇതുപോലെ തന്നെ ഒന്നാം കാലം ആദ്യം തുടക്കത്തിൽ 2 വര, ഒരു അടിക്ക് 2 അക്ഷരം, ഗ ഗ പ പ. ഇതാണ് ഒരു താളവട്ടം രൂപക താളത്തിൽ. പക്ഷെ നമ്മൾ കാണിക്കണിപ്പോൾ ഗ ഗ പ പ എന്നാണ് കാണിക്കുന്നത്. ഇതെങ്ങനെ മാർക്ക് ചെയ്യും? ഗാൻ്റെ മുകളിൽ അടിയാണ്. നമ്മൾ ആദ്യം അടി കാണിച്ചു, ഗ ഗ, പിന്നെ ആദ്യത്തെ പ ഒരു അടിയും കൂടി, രണ്ടാമത്തെ പ വീശയാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇൻറ്റു മാർക്ക് എഴുതുക. ഇത് അക്ഷരം എഴുതുമ്പോൾ വര വീ ന, വര വീണ, ഇങ്ങനെയാണ് രൂപക താളം എഴുതുക. അലങ്കാരം പഠിക്കുമ്പോൾ
നമ്മൾ രൂപകതാളം വേറെ രീതിയിലാണ് പഠിച്ചത്. അതായത് 1, 2 ഒരു ദ്രുതവും പിന്നെ 1, 2, 3, 4 ഒരു ലഘുവും. ഇങ്ങനെയാണ് നമ്മൾ ചതുരസ്ര ജാതി രൂപകതാളം പഠിച്ചത്. ഇത് നമ്മൾ ഗീതം എഴുതുമ്പോൾ അല്ലെങ്കിൽ കീർത്തനങ്ങൾ എഴുതുമ്പോൾ എഴുതേണ്ട രീതിയാണ്. അലങ്കാരം എഴുതണമെങ്കിൽ സാ രേ ഗ മ രീ ഗ മ പ ഇങ്ങനെയാണ് പഠിച്ചത്. അതും അതുപോലെ തന്നെ എഴുതാം. ഇവിടെ എഴുതാം ചതുരസ്ര ജാതി രൂപകതാളം. രൂപകതാളത്തിൽ ആദ്യം ഒരു ദ്രുതവും പിന്നെ ഒരു ലഘുവാണ് ഉള്ളത്. ചതുരസ്ര ജാതി ആയതുകൊണ്ട് ലഘുവിന് 4 അക്ഷരം. ആദ്യം 2 വരെ പിന്നെ അവസാനം 2 വരെ. ഇതാണ് ഒരു താളവട്ടം. ചതുരസ്ര ജാതി രൂപകതാളം അലങ്കാരം എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. ഇത് ഒരു ദ്രുതം സാ രീ, പിന്നെ ഒരു ചതുരസ്ര ജാതി ലഘു സാ രീ ഗ മ. അടുത്തതും ഇതിൻ്റെ അടി തന്നെ കറക്റ്റായിട്ട് എഴുതി പോയാൽ എപ്പോഴെപ്പോഴും മാർക്ക് ചെയ്യേണ്ട ഒരു താളവട്ടം മാർക്ക് ചെയ്താൽ മതി. ശരിക്കും ഇതിൻ്റെ അടിയിൽ തന്നെ എഴുതി പോയാൽ മതി. അടുത്തത് രീ ഗ മ പ. അങ്ങനെ ശരിക്കും അതിൻ്റെ അടിയിൽ തന്നെ എഴുതി പോയാൽ ഒരേ ഇതിൽ വരും എല്ലാം. ഓരോ താളവട്ടത്തിനും ഈ മാർക്കിങ് ചെയ്യേണ്ട ആവശ്യം പറ്റില്ല. ഇത് ഗീതം എഴുതുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. കാണിക്കണത് ഇങ്ങനെ ആയതുകൊണ്ടാണ് 2, 2, 2. അലങ്കാരം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക 1, 2 ഒരു ദ്രുതവും പിന്നെ 1, 2, 3, 4. ഇങ്ങനെയാണ് നമ്മുടെ ഇതുവരെ പഠിച്ച സംഗീത പാഠങ്ങൾ എഴുതേണ്ട രീതി. നമുക്ക് വേറെ 2 ഉദാഹരണം കൂടി എടുക്കാം. ഇനി ത്രിശ്ര ജാതി ത്രിപുട താളം അലങ്കാരങ്ങളിൽ നമ്മൾ പഠിച്ച 3ാമത്തെ അലങ്കാരം ത്രിശ്ര ജാതി ത്രിപുട താളം. ത്രിപുട താളത്തിൽ ഒരു ലഘുവും 2 ധൃതമാണ് ഉള്ളത്. ത്രിശ്ര ജാതി ആയതുകൊണ്ട് ആ ലഘുവിന് 3 അക്ഷരം. ആദ്യം താളത്തിൻ്റെ തുടക്കത്തിൽ 2 വരെ സാ രേ ഗ 3 അക്ഷരം. സാ രേ ഗ മ 2 ധൃതം. അവസാനം 2 വരെ. ഇതാണ് ഒരു താളവട്ടം ത്രിശ്ര ജാതി ത്രിപുട താളം. അപ്പോൾ ത്രിശ്ര ജാതി ത്രിപുട താളത്തിൽ ലഘുവിന് 3 അക്ഷരം. ഈ ലഘു എങ്ങനെ അടയാളപ്പെടുത്തുക? ആദ്യം അടി പിന്നെ 2 വിരൽ 1, 2 സാ രേ ഗ പിന്നെ 2 ധൃതമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധൃതം അടിയും വീശയും. ഒരു എക്സ് മാർക്കും ഒരു റൈറ്റ് മാർക്കും. അടുത്ത ധൃതം അതുപോലെ തന്നെ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നോക്കി നമുക്ക് താളമിട്ട് പാടാം. സാ രേ ഗ മ. അടുത്ത താളവട്ടം അതിൻ്റെ അടിയിൽ തന്നെ കറക്റ്റായിട്ട് എഴുതിപ്പോയാൽ രേ ഗ മ രീ ഗ മ പ ഗ മ പ ഗ മ പ ധ. ഇങ്ങനെയാണ് ത്രിശ്ര ജാതി ത്രിപുട താളം എഴുതുക. ഇനി ഇതിൻ്റെ 2ാം കാലം എങ്ങനെ എഴുതും? ഇപ്പോൾ നമ്മളിതിൽ ഒരു ബീറ്റിന് അല്ലെങ്കിൽ ഒരു വിരലിന് ഒരക്ഷരം എഴുതി. 2ാം കാലമാകുമ്പോൾ അതിൻ്റെ ഇരട്ട എഴുതണം.
ഇതേ സ്വരം തന്നെയാണ്, പക്ഷേ ഒരടിക്ക് 2 അക്ഷരം വെച്ചിട്ട് എഴുതണം. രണ്ടാം കാലം, ഇതിപ്പോൾ ഒന്നാം കാലമാണ്, ഇത് രണ്ടാം കാലം. രണ്ടാം കാലം എഴുതുമ്പോൾ ഈ സ്വരങ്ങൾ തന്നെയാണ്, പക്ഷേ ഒരു അടിക്ക് അല്ലെങ്കിൽ ഒരു വിരലിനെ 2 അക്ഷരം വെച്ച് എഴുതണം. സ രി ഗ സ രി ഗ മ രി ഗ മ രി ഗ മ പ. ഇങ്ങനെ എഴുതിയാലും നമുക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. സരി ഗസ റിഗ മരി ഗമ റിഗ മപ എന്ന് കേൾക്കും. നമ്മൾ പാടുമ്പോൾ എന്തോ പോലെ തോന്നും. അതുകൊണ്ട് ഒന്നാം കാലത്തിൻ്റെ അവസാനത്തെ അക്ഷരം സ രി ഗ സ രി ഗ മ, ആ മാ വരുന്ന സ്ഥലത്തെ ഒരു ചെറുതായിട്ടൊരു ചെറിയ സ്ലാഷ് ഇടുക. രി ഗ മ രി ഗ മാപ്പ, രണ്ടാമത്തെ താളവട്ടം. അപ്പോൾ ആദ്യത്തെ താളവട്ടം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്ലാഷ് ഇടുക. നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് അടയാളപ്പെടുത്തുമ്പോൾ 2 അക്ഷരം 2 അക്ഷരം 2 അക്ഷരം, ഇവിടെയും 2 അക്ഷരം, പിന്നെ 2 അക്ഷരം 2 അക്ഷരം 2 അക്ഷരം. ഇനി ഇത് പാടുമ്പോൾ സ രി ഗ സ രി ഗ മ രി ഗ മ രി ഗ മ പ. ഒന്നാമത്തെ ഈ ആദ്യം എഴുതിയ ഒന്നാം കാലത്തിൻ്റെ 2 താളവട്ടം രണ്ടാം കാലത്തിൽ ഒരു താളവട്ടമായിട്ട് വരും. ഇനി ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എഴുതി പോവുക. രണ്ടാമത്തെ താളവട്ടം ഗാലാണ് തുടങ്ങുന്നത്. ഇവിടെ സരിഗ സരിഗമ റിഗമ റിഗമപ്പ എഴുതി കഴിഞ്ഞു. അടുത്തത് ഗമപ ഗമപധ മപദ മപദനി. ഇത് നോക്കി പാടുമ്പോൾ സരി ഗ സരി ഗ മ രി ഗ മ രി ഗ മ പ ഗ മ പ ഗ മ പ ധ മ പ ദ മ പ ദ നി. അങ്ങനെ വരും. ത്രിശ്രജാതി ത്രിപുട താളം ഒന്നാം കാലം രണ്ടാം കാലം. മൂന്നാം കാലം കൂടി ഇതുപോലെ തന്നെ എഴുതണം. രണ്ടാം കാലത്തിൻ്റെ 2 താളവട്ടം മൂന്നാം കാലത്തിൽ ഒരു താളവട്ടമായിട്ട് വരണം. അതായത് ഒരു വിരലിന് 4 അക്ഷരം വെച്ച് വരണം. അത് അവരവർ തന്നെ സ്വന്തമായിട്ട് എഴുതി നോക്കി താളമൊക്കെ അടയാളപ്പെടുത്തി നോക്കി പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. മൂന്നാം കാലം ഞാൻ എഴുതാം, ഒരു താളവട്ടം എഴുതാം. ഒന്നാം കാലത്തിൻ്റെ 2 താളവട്ടം രണ്ടാം കാലത്തിൻ്റെ ഒരു താളവട്ടമായിട്ട് വരും. രണ്ടാം കാലത്തിൻ്റെ 2 താളവട്ടം മൂന്നാം കാലത്തിൻ്റെ ഒരു താളവട്ടമായിട്ട് വരണം. അതായത് ഒരു വിരലിന് 4 അക്ഷരം വെച്ചിട്ട് വരണം. സരിഗ സരിഗ മ റിഗ മ റിഗ മ പ ഗ മ പ ഗ മ പ ധ മ പ ദ മ പ ദ നി. ഇതും നേരത്തെ മാർക്ക് ചെയ്തപോലെ ഒരു അടിക്ക് അല്ലെങ്കിൽ ഒരു വിരലിനെ 4 അക്ഷരം വെച്ച് മാർക്ക് ചെയ്യുക. ത്രിശ്രജാതി ത്രിപുട താളം. അപ്പോൾ ലഘുവിലെ 3 അക്ഷരം, പിന്നെ 2 ധൃതം. ഇതാണ് ത്രിശ്രജാതി ത്രിപുട താളം മൂന്നാം കാലം. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സരിഗ സരിഗസ റിഗമരി ഗമറിഗ ഇങ്ങനെ പാടാൻ പറ്റില്ല, ഇങ്ങനെ ഓർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒന്നാം കാലം വായിച്ചതുപോലെ ഒന്നാം കാലം പാടിയതുപോലെ അവസാനത്തെ അക്ഷരം
രണ്ടാം കാലത്തിൻ്റെ ആദ്യത്തെ അക്ഷരം. ഇത് ശ്രദ്ധിച്ചിട്ട് അവിടെ ഒന്ന് സ്ലാഷ് ഇട്ടാൽ മതി. ഇപ്പോൾ സരിഗ സരിഗമ, റിഗമ റിഗമപ, ഗാമാപ ഗാമാപധ. അങ്ങനെ ഒരു സ്ലാഷ് ഇട്ടിട്ട് ലൈറ്റ് കളറിൽ ഒരു സ്ലാഷ് ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പാടാൻ എളുപ്പമുണ്ടാവും. സരിഗ സരിഗ മരിഗ മരിഗ മപ ഗമ പ ഗമ പധ മപധ മപധനി. ഒന്നുകൂടി, സരിഗ സരിഗ മ റിഗ മരിഗ മപ ഗമ പ ഗമ പധ മപധ മപധനി. ഇങ്ങനെ പോകും. ഇത് ഞാൻ താളമിട്ട് കാണിക്കാം, ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇത് ഒന്നാം കാലം, ഇത് രണ്ടാം കാലം, ഇത് മൂന്നാം കാലം. സരി ഗ സരി ഗ മ രി ഗ മ രി ഗ മ പ. ഒന്നാം കാലം. സരി ഗ സരി ഗ മ രി ഗ മ രി ഗ മ പ. ഇത് രണ്ടാം കാലം. സരി ഗ സരി ഗ മ രി ഗ മ രി ഗ മ പ ഗ മ പ ഗ മ പ ധ മ പ ധ മ പ ധ നി. ഇത് മൂന്നാം കാലം. ഇങ്ങനെ ഇത് ത്രിശ്വരജാതി ത്രിപുടതാളം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഓഡ് നമ്പേഴ്സ് ലെറ്റേഴ്സാണ് വരുന്നത്. ആദ്യത്തെ താളവട്ടിലെ 7 അക്ഷരം വരുന്നത് കൊണ്ട് അത് നമ്മൾ രണ്ടാം കാലം മൂന്നാം കാലം പാടുമ്പോൾ പിരിച്ചു വെക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ച് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യും. ഇത് അലങ്കാരം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. ഇനി ത്രിപുട താളത്തിൽ നമ്മൾ 1-2 ഗീതം പഠിച്ചിട്ടുണ്ട്. ആ ഗീതം എങ്ങനെ എഴുതണമെന്ന് അതായത് നമ്മൾ ഗീതം എഴുതുമ്പോൾ സ്വരം മാത്രം എഴുതിയാൽ പോരെ, അതിൻ്റെ അടിയിലെ അക്ഷരങ്ങളും കൂടെ എഴുതണം, അതിൻ്റെ സാഹിത്യം കൂടെ എഴുതണം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ത്രിപുട താളത്തിലുള്ള ഗീതം നമ്മൾ 3 പഠിച്ചു. അതിൽ ആദ്യം പഠിച്ചത് മലഹരി രാഗത്തിലുള്ള പതുമനാഭ എന്നുള്ള ഗീതവും, ശുദ്ധ സാവേരിയിലുള്ള ഗീതം ആനലേഖര എന്ന ഗീതവും, കല്യാണി രാഗത്തിൽ കമലജാതള എന്നുള്ളതും, ആരഭി രാഗത്തിൽ രേര ശ്രീരാമചന്ദ്ര. ഈ 4 ഗീതങ്ങളാണ് നമ്മൾ ത്രിപുട താളത്തിൽ പഠിച്ചത്. അതിൽ ഇപ്പോൾ കമലജാതള എന്നുള്ള കല്യാണി രാഗത്തിലുള്ള ഗീതം ത്രിപുട താളം, അതായത് 1 2 3, പിന്നെ 1 2 1 2, സാ 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 നീ ദ നീ സ നീ ദ പ ദ പ മ പ. ഇതാണ് നമ്മൾ പഠിച്ചത്. കമല ജാതള വിമല സുനയന. ഇതെങ്ങനെ എഴുതണം? ആദ്യം 2 വര, ആദ്യം സ്വരം 3 2 2 എഴുതി, അത് മാർക്ക് ചെയ്തു. മുകളിൽ കുത്തിയിട്ട ഷഡ്ജം താരസ്ഥായി ഷഡ്ജമാണ്. അടി 1ാമത്തെ വിരൽ 2ാമത്തെ വിരൽ, പിന്നെ അടി വീശ അടി വീശ. ഇനി ഇതിൻ്റെ അടിയിലുള്ള സാഹിത്യം, ആ അക്ഷരത്തിൻ്റെ അടിയിൽ ആ സാഹിത്യം എഴുതുക. ക മ ല ജ. ഈ ദ
സ്വരം മാത്രമേ ഉള്ളൂ, അക്ഷരമില്ല. അപ്പോൾ അക്ഷരമില്ലാത്ത സ്വരത്തിൻ്റെ അടിയിൽ ഒരു ഡാഷ് ഇടുക. പിന്നെ ദ ള, സ സ സ, ആ 3 സ്വരത്തിൻ്റെ അടിയിൽ കമല, നിദ ജ ദള നീസ. അടുത്തതിൻ്റെ നീ ദ പ, വി മ ല, സു ന യ ന എന്നുള്ള അക്ഷരങ്ങളാണ്. വിമല സുനയന. നീ ദ പ വിമല ദ പ മ പ സുനയന. അപ്പോൾ ആദ്യം സ്വരം എഴുതുക, അതിൻ്റെ അടിയിൽ എവിടെയാണോ അക്ഷരം വരുന്നോ ആ സ്വരത്തിൻ്റെ ഇടയിൽ അക്ഷരം എഴുതണം. അക്ഷരം ഇല്ലാത്ത സ്വരം അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ഡാഷ് ഇടുക. ഇങ്ങനെയാണ് ഗീതം എഴുതുക. ഇതുവരെ പഠിച്ച എല്ലാ ഗീതങ്ങളും ഇങ്ങനെ എഴുതാം. കുറച്ച് ബുദ്ധിമുട്ടായാലും ഇതിൻ്റെ 2ാം കാലം കൂടി എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഇതിൻ്റെ 2ാം കാലം എങ്ങനെ എഴുതും? നമ്മൾ നേരത്തെ എഴുതിയ ത്രിശ്ര ജാതി ത്രിപുടത്താളം 2ാം കാലം എഴുതി. ഈ 2 താളവട്ടവും ഒരു താളവട്ടമായിട്ട് വരും. ഇത് 1ാം കാലം, ഇത് 2ാം കാലം. ആദ്യം 2 വര, ഇങ്ങനെ എഴുതുമ്പോൾ എന്താ പോലെ തോന്നും, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആദ്യത്തെ താളവട്ടം കഴിയുന്ന സ്വരത്തിൻ്റെ അവിടെ ഒരു സ്ലാഷ് ഇട്ടിട്ടുണ്ട്. സ സ സ നീദ നീസ, സ സ സ നീദ നീസ. ഇത് മാർക്ക് ചെയ്യുമ്പോൾ അക്ഷരങ്ങളും അതുപോലെ തന്നെ കമലജാദള, ക മ ല ജ ദ ള, വി മ ല സു ന യ ന. ഇതാണ് 2ാം കാലം. എഴുതി പാടാം. സ സ സ നി ദ നി സ നി ദ പ ദ പ മ പ കമല ജാദള വിമല സുനയന. ഞാൻ ത്രിപുടത്താളം എഴുതാൻ കാരണം സാധാരണ രീതിയിൽ ഇത് കുറച്ച് ടഫാണ് പഠിക്കാൻ. മറ്റേതാകുമ്പോൾ നമ്മൾ 2 അക്ഷരം കറക്റ്റായിട്ട് പിരിഞ്ഞു പോകും. പക്ഷേ ഇത് 7ഉം 7ആയിട്ട് വരുമ്പോൾ ഈ ഒരു സ്ലാഷ് വരുന്നത് ശ്രദ്ധിക്കണം. 1ാം കാലത്തിൻ്റെ 7 അക്ഷരം കഴിഞ്ഞാൽ അവിടെ ഒരു സ്ലാഷ്, പിന്നെ ഉള്ളത് 2ാം കാലം. ഇങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കുക. എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതുക, അത് നോക്കി താളമിട്ട് സ്വരം പറഞ്ഞ് അതുപോലെ തന്നെ സാഹിത്യം കൂടി പറയാൻ പഠിക്കുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അത് എല്ലാവരും പഠിച്ച് നോക്കി താളമിട്ട് പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം അതുപോലെ വീണയിൽ താളമിട്ട് വായിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഓരോ ആവശ്യമുള്ള സമയത്ത് എങ്ങനെയാണ് നൊട്ടേഷൻ എഴുതുക അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ളത് പഠിക്കാം. ഇപ്പോൾ ഇത്രയും മതി.